ഹായ്, നമ്മളെല്ലാവരും ഫ്ലാഷ് ഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലാഷ് ഡ്രൈവിൽ നമ്മൾക്ക് പേഴ്സണലായിട്ട് നമ്മൾക്ക് അത്യാവശ്യമുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നവരാണ്. ഇൻ കേസ് നമ്മൾ ഫ്ലാഷ് ഡ്രൈവ് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും മറ്റൊരാൾ ഞങ്ങൾ ഫ്ലാഷ് ഡ്രൈവ് എടുത്ത് കൊണ്ടുപോയാൽ, നമ്മൾ അതിൽ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഫ്ലാഷ് ഡ്രൈവിനെ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യാം. പാസ്വേഡ് സാൻഡിസ്കൊക്കെ വാങ്ങുമ്പോൾ തന്നെ അതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ഓൾറെഡി. കാരണം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല, അതിൽ ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഓൾറെഡി അതിലുണ്ട്. അത്രയും ഇല്ലാത്ത നമ്മളൊരു പഴയ ഫ്ലാഷ് ഡ്രൈവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യാം. മറ്റു ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വിൻഡോസിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇപ്പം ഞാൻ വിൻഡോസ് 7 ആണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു സാൻഡിസ്കിൻ്റെ ഒരു 32 GB ഫ്ലാഷ് ഡ്രൈവ് ഞാൻ പ്ലഗ് ഇൻ ചെയ്യുന്നുണ്ട് എൻ്റെ കമ്പ്യൂട്ടറിലേക്ക്. നമുക്ക് നോക്കാം. ഇപ്പം MouseTrack എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 1758 MB ഉള്ളൊരു ഫയലാണ് അതിലുള്ളത്. ഓക്കെ, നമ്മൾ മൈ കമ്പ്യൂട്ടറിലേക്ക് പോകുന്നു. നമ്മൾ MouseTrack എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫ്ലാഷ് ഡ്രൈവ്. പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇവിടെ കാണിക്കുന്നുണ്ട്, എങ്കിലും 29.8 അതായത് 32 GB ആണെങ്കിലും കുറച്ച് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്ത് മറ്റെത്ര മാത്രമേ കാണിക്കുള്ളൂ, ഒരിക്കലും കൃത്യമായിട്ട് കാണിക്കാറില്ല. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, 32 GB കാണിക്കുന്നുണ്ട്. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, നമ്മളിങ്ങനെ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നോക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടേൺ ഓൺ ബിറ്റ് ലോക്കർ സെലക്ട് ചെയ്യാം. ടേൺ ഓൺ ബിറ്റ് ലോക്കർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ട് സ്മാർട്ട് കാർഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി സ്മാർട്ട് കാർഡ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ആവശ്യമില്ല. നമ്മളൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. യൂസ് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ഉപയോഗിച്ചു ഞാനൊരു പാസ്വേഡ് ഉണ്ടാക്കുകയാണ്. ശ്രദ്ധിക്കുക, പാസ്വേഡ് ഒരിക്കലും മറന്നു പോകരുത്. നെക്സ്റ്റ് അടിക്കുന്നു. സേവ് ദ റിക്കവറി കീ ടു എ ഫയൽ. ഇതൊരു നല്ല ഓപ്ഷനാണ്. നമ്മളൊരു കമ്പ്യൂട്ടറിലേക്കോ നമ്മൾ ഇമെയിലിലേക്കോ ഈ ഫയൽ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്, പിന്നീട് റിക്കവർ ചെയ്യാൻ വേണ്ടി. ഞാനിവിടെ ഡെസ്ക്ടോപ്പിലേക്ക് റിക്കവർ ചെയ്യുന്നു. അതേസമയം പ്രിൻ്റ് റിക്കവറി കീ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് PDF ആക്കിയിട്ട് പ്രിൻ്റ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഉള്ള നമ്മുടെ പാസ്വേഡ് നമ്മൾ തന്നെ മറന്നുപോയി പിന്നീട് ഡാറ്റ എടുക്കാൻ പറ്റാതായിപ്പോൾ വന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മളിത് സേവ് ചെയ്ത് വെക്കുന്നത് ഓക്കെയാണ്. ഇത് രണ്ടും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കീ ആണ് പ്രിൻ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. റിക്കവറി ഐഡൻറ്റിഫിക്കേഷൻ ബിറ്റ് ലോക്കർ റിക്കവറി കീ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ കീ നമുക്ക് പിന്നീട് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യം വരും, പാസ്വേഡ് ഇല്ലെങ്കിൽ. ഓക്കെ, വീണ്ടും നമ്മൾ ആ വിൻഡോയിലേക്ക് തന്നെ വന്നു, ബിറ്റ് ലോക്കറിൻ്റെ വിൻഡോയിലുള്ളത്. നെക്സ്റ്റ് അടിക്കുന്നു. ആർ റെഡി ടു എൻക്രിപ്റ്റ് ദിസ് ഡിവൈസ്, അതായത് പാസ്വേഡ് അതിലേക്ക് കൊടുത്തുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ് ചോദ്യം. സ്റ്റാർട്ട് എൻക്രിപ്റ്റിംഗ്. ഫ്ലാഷ് ഡ്രൈവ് എൻക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. നമ്മുടെ ഫ്ലാഷ് ഡ്രൈവിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഇതിപ്പോൾ 32 GB ഫ്ലാഷ് ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. കഴിയുന്നത് നമ്മുടെ വളരെ വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര GB വരുള്ളൂ. അത്രയും GB ഉണ്ടെങ്കിൽ ചെറിയ 1, 2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 GB ഒക്കെയുള്ള ഫ്ലാഷ് ഡ്രൈവ് ധാരാളമാണ്. അത്തരം ഫ്ലാഷ് ഡ്രൈവുകൾ പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എൻക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്ലാഷ് ഡ്രൈവ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇജക്റ്റ് ചെയ്യാം. ഇജക്റ്റ് ചെയ്തു. ഇനി വീണ്ടും ഒന്ന് പ്ലഗ് ഇൻ ചെയ്യണം. നമുക്കറിയാം ഇവിടെ ലോക്കാണ് കാണിച്ചിരിക്കുന്നത്. G ഈസ് നോട്ട് ആക്സസിബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ പാസ്വേഡ് അടിക്കാതെ എങ്ങനെയും ഇത് അൺലോക്കിലേക്ക് പോവില്ല. പാസ്വേഡ് ഇല്ലാണ്ട് പാസ്വേഡ് യു ടൈപ്പ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ ഇതിനുള്ളിലുള്ള ഡാറ്റ കാണാൻ പറ്റില്ല. ഇത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഏകദേശം 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് എൻക്രിപ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇതിന് ശ്രമിക്കാൻ പറ്റൂ. 32 GB ആയതുകൊണ്ടാണ്. അത് GB കുറയുന്നതിനൊക്കെയായിട്ട് സമയം കുറച്ച് ലാഭം കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, പാസ്വേഡ് അടിക്കുകയാണ്.
ഞാൻ പാസ്വേഡ് അടിച്ചു, അൺലോക്ക് ചെയ്തു, അൺലോക്ക് ക്ലിക്ക് ചെയ്യുന്നു, ഇപ്പോൾ അൺലോക്കായി. ഇപ്പോൾ അതിനുള്ളിലുള്ള ഡാറ്റ നമുക്ക് കാണാം. ഇനി ഇത് വീണ്ടും അൺപ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പാസ്വേഡ് വയ്ക്കും. അതുവരെ ഇനി എത്ര നോക്കിയാലും നമുക്ക് നോക്കാം, ഓപ്പൺ തന്നെയാണ് കാണിക്കുക. കാരണം ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ പാസ്വേഡ് അടിച്ച സ്ഥിതിക്ക് ഇനി ഈ കമ്പ്യൂട്ടറിൽ നമ്മളിത് അൺപ്ലഗ് ചെയ്ത് വീണ്ടും പ്ലഗ് ഇൻ ചെയ്യുന്നത് വരെ പാസ്വേഡ് ചോദിച്ചുകൊണ്ടിരിക്കും. പാസ്വേഡ് ചോദിക്കില്ല. ഇനി നമ്മൾക്കിതിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ പാസ്വേഡ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ ഓപ്ഷൻ തന്നെയാണ്. അത് മറ്റൊരു മാനേജ് ബിറ്റ് ലോക്കർ എടുത്ത് ചെയ്യേണ്ടതാണ്. ഇതിലിപ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും പാസ്വേഡ് റിമൂവ് ചെയ്യുമ്പോൾ മറ്റൊരു ഏരിയ വേണം. അതായത് സ്മാർട്ട് കാർഡ് അൺലോക്ക് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. സേവ്, പ്രിൻറ്റ്, റിക്കവറി, കീ പ്രിൻറ്റ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ഫോർ ദിസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിൽ പാസ്വേഡ് ചോദിക്കില്ല. നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിലാണെങ്കിൽ ചോദിക്കാതിരിക്കാനുള്ള ഓപ്ഷൻസാണത്. ഇനി ഇത് എങ്ങനെയാണ് നമുക്കിത് റിമൂവ് ചെയ്യണം, ഈ പാസ്വേഡ് നമുക്ക് ഇനി ഓപ്ഷൻ വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോർമാറ്റ് ചെയ്യരുത്, ഡയറക്റ്റ് അതിൻ്റേതായ മെത്തേഡിലേക്ക് കൂടി പോകണം. അത് തുടർന്ന് കാണാം. നമ്മൾ കൊടുത്ത ഫ്ലാഷ് ഡ്രൈവിൽ ബിറ്റ് ലോക്കർ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത ഒരു ഫ്ലാഷ് ഡ്രൈവിൻ്റെ ബിറ്റ് ലോക്കിംഗ്, ആ ലോക്കിംഗ് സിസ്റ്റം ടോട്ടലി ഒഴിവാക്കുന്നതിന് എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത് പാസ്വേഡ് വെച്ച് ഓപ്പൺ ആക്കുന്നതല്ല, ആ ഒരു ഓപ്ഷൻ തന്നെ അതിൽ നിന്ന് എടുത്ത് കളയുക. ഫോർമാറ്റ് ചെയ്ത് ശരിയാക്കാൻ നോക്കരുത്. നമ്മൾ ആദ്യം ബിറ്റ് ലോക്കർ ഒഴിവാക്കിയിട്ട് തന്നെ ചെയ്യണം. ആദ്യമായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഡ്രൈവ്, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തതല്ല, മറ്റൊരു ഡ്രൈവ് ഉണ്ട്. ബിറ്റ് ലോക്കർ ഉപയോഗിച്ച് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ഡ്രൈവ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം. ഈ ഡ്രൈവിനെ നമ്മൾ ആദ്യം ബിറ്റ് ലോക്കിംഗ് ഒഴിവാക്കണമെങ്കിൽ ആദ്യം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യണം. നമ്മൾ നോക്കാം. ആദ്യം നമ്മൾ മാനേജ് ബിറ്റ് ലോക്കിംഗ് എടുത്ത് പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്യുക. അതിനുശേഷം മാത്രമാണ് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റുക. അത് ഓപ്പൺ ആക്കുക, പാസ്വേഡ് അടിക്കുക, അൺലോക്ക് അടിക്കുക. ഇപ്പോൾ അൺലോക്കായി. അതായത് ബിറ്റ് ലോക്കിംഗ് സിസ്റ്റം ഇപ്പോൾ ഉണ്ട്, പക്ഷേ നമ്മൾ ഓപ്പൺ ആക്കി. ഇനി നമ്മൾ സ്റ്റാർട്ട് മെനുവിൽ പോയിട്ട് നമുക്കിപ്പോൾ ഡാറ്റ ഫയലൊക്കെ കാണാൻ വേണ്ടി ഉള്ളിൽ ഇനി നമ്മൾ സ്റ്റാർട്ട് മെനു പോയിട്ട് വേണം. സ്റ്റാർട്ട് മെനുവിൽ പോയി അവിടെ ബിറ്റ് ലോക്കിംഗ് എന്ന് അടിച്ചാൽ തന്നെ അവിടെ ബിറ്റ് ലോക്കർ എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലോക്കർ ഇട്ട് ബിറ്റ് ലോക്കർ മാനേജ്മെൻറ്റ് അതെടുത്തു. ശേഷം നമുക്കറിയാം നമ്മൾ ഈ ഡ്രൈവ് അവിടെ ലോക്ക് കാണിക്കുന്നുണ്ട്. ആ ഡ്രൈവിൽ ടേൺ ഓഫ് ബിറ്റ് ലോക്കർ, ഇത് നമുക്ക് പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ മാനേജ്മെൻറ്റ് ഓപ്ഷനിലുണ്ട്. നമുക്കതല്ല വേണ്ടത്. നമുക്ക് ടേൺ ഓഫ്, അത് ലോക്കിംഗ് സിസ്റ്റം ടേൺ ഓഫ് ചെയ്യണം. ഇവിടെ ടേൺ ഓഫ് ബാക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാം. ഇത് കുറച്ച് സമയം എടുക്കുന്നതാണ് പ്രോസസ്സാണ്. ലോക്കിംഗ് പോലെ തന്നെ അൺലോക്കിങ്ങും പ്രോസസ്സ് എടുത്ത് 100% ആയി കഴിഞ്ഞാൽ ബിറ്റ് ലോക്കിംഗ് ടോട്ടലി ഒഴിവായി. ഈ സിസ്റ്റത്തിൽ ഫ്ലാഷ് ഡ്രൈവിൽ നിന്ന് ഒഴിവായി. താങ്ക് യു.